ഈ കുടുംബം നിങ്ങൾ പോയി ചർച്ചയ്ക്ക് പോവുകയാണ്, പോലീസുമായി ചർച്ച, സബ് കളക്ടറുമായി ചർച്ചയ്ക്കാണ്. അതെ അതെ അതെ. എന്താണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? പൊളിക്കാൻ പറ്റത്തില്ല. സമാധി മണ്ഡപം പൊളിക്കാൻ സമ്മതിക്കത്തില്ല. സമാധി മണ്ഡപമാണ്. സമാധി മണ്ഡപം പൊളിക്കാൻ സമ്മതിക്കത്തില്ല. സംസ്കാരത്തിനെതിരാണ് പൊളിക്കുന്നത്. കല്ലറയല്ല, ഇത് സമാധി മണ്ഡപമാണ്. സമാധി മണ്ഡപം പൊളിക്കാൻ അനുവദിക്കില്ല. ഈ ചർച്ചയ്ക്ക് നിങ്ങൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഈ ചർച്ചയ്ക്ക് ആരൊക്കെയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്? ഹിന്ദു സംഘടന എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പരാതി നൽകുകയാണ്. ഇത് നമുക്കറിയാം, ധനുമാസത്തിലെ തിരുവാതിരയാണ്. ധനുമാസത്തിലെ തിരുവാതിര നടക്കുന്ന സമയത്ത് നോട്ടീസ് പോലും നൽകാതെ, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് നൽകുന്ന അവകാശമുണ്ട്. ആർട്ടിക്കിൾ 14, 17 മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്താനുള്ള അവകാശമുള്ളപ്പോൾ ആ അവകാശങ്ങളുടെ ലംഘനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതൊരു കല്ലറ എന്നുള്ളൊരു തെറ്റായ പ്രചരണം നൽകരുത്. ഇത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം ഒരു സമാധി മണ്ഡപമാണ്. ആ സമാധി മണ്ഡപത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്, കല്ലറയായി നടക്കുന്നത്. മോത്തി, അതായത് ഈ കുടുംബവും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രതിനിധികളൊക്കെ തന്നെ, സാമുദായിക പ്രതിനിധികൾ പറയുന്നത് ഇതൊരു കല്ലറയല്ല, ഈ ഇവരുടെ വിശ്വാസ പ്രകാരം ഇതൊരു സമാധിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബത്തിന്റെയും മറ്റ് സംഘടനകളുടെ നിലപാട് എന്ന് പറയുന്നത്.